ഒരു കഥ കേൾക്കാം. 1995 ഒരു പത്രവാർത്ത. ഷില്ലോങ്ങിലെ മണ്ണിടിച്ചിലിൽ ഒരു മലയാളി ജവാൻ അടക്കം 4 പേരെ കാണാനില്ല. ജോർജ്. പത്രം വായിച്ച സീത ഒരു കണ്ണീരോടെ ആ പത്രം മടക്കി വെച്ചു. അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് 4 മാസമായിട്ടേ ഉള്ളൂ. 3 മാസങ്ങൾക്കിപ്പുറം ജോലിക്കായിട്ട് ജോർജ് ഷില്ലോങ്ങിലേക്ക് പോവുകയായിരുന്നു. അവൾ തൊട്ടടുത്ത ദിവസത്തെ പത്രത്തിനായി കാത്തിരുന്നു. പത്രങ്ങൾ മാറി മാറി വന്നെങ്കിലും അതിലൊന്നും ജോർജിനെ കണ്ടുകിട്ടിയതായിട്ട് യാതൊരു വാർത്തയും ഉണ്ടായിരുന്നില്ല. അവസാനത്തെ ദിവസത്തെ ആ പത്രം വരികയാണ്. ഷില്ലോങ്ങിലെ മണ്ണിടിച്ചിലിൽ കാണാതായ ജവാന്മാരെ കണ്ടുകിട്ടിയില്ല. തിരച്ചിൽ അവസാനിപ്പിച്ചു. അവർ മരിച്ചതായി കരുതപ്പെടുന്നു. വാർത്ത വായിച്ച സീത ആ പത്രം കീറിക്കളഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് പോകുകയാണ്. അടുക്കളയിലെ തട്ടിലുണ്ടായിരുന്ന എലിവിഷമെടുത്തുകൊണ്ട് ജോർജ് ഇല്ലാത്തൊരു ജീവിതം തനിക്കും വേണ്ട എന്ന് പറഞ്ഞ് ആ എലിവിഷം കഴിക്കുകയാണ്. അപ്പോഴാണ് മുറ്റത്തു നിന്നും സീതേ എന്നൊരു വിളി കേൾക്കുന്നത്. വിളി കേട്ട സീത ഓടി കൊലായിലേക്ക് വന്നു. അത് മറ്റൊന്നും കൊണ്ടല്ലായിരുന്നു, അത് ജോർജിൻ്റെ ശബ്ദമായിരുന്നു. ജോർജിനെ കണ്ടതും അവൾ വാരിപ്പുണർന്നു. കുറച്ച് നിമിഷത്തേക്ക് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മിണ്ടിയില്ല. ജോർജ് സംസാരിച്ചു തുടങ്ങി. മണ്ണിനടിയിലായിരുന്ന എന്നെ രക്ഷിച്ചെടുത്തത് ഒരു ഗോത്രവർഗക്കാരായിരുന്നു. അവർ എൻ്റെ ജീവൻ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി കൈവതും പരിശ്രമിച്ചു. പക്ഷേ അതിനൊന്നും ഫലം കണ്ടില്ല. ഞാനിപ്പോൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. മരിക്കുന്നതിന് മുമ്പുള്ള കുറച്ച് നിമിഷം നമുക്കിഷ്ടപ്പെട്ടവരുടെ അടുത്തേക്ക് വരാമെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. നീയും ഞാനും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് മുന്നിൽ ഇനി കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മളും അപ്രത്യക്ഷമാവും. അവർ ഒന്നുകൂടി കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് അവരുടെ വിലാപം അവിടെ തീർത്തുകൊണ്ടിരിക്കുകയാണ്.